മോശമായ കമന്റുകൾക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട. മോശമായ കമന്റുകളൊന്നും അതൊന്നും നമുക്ക് സമയമില്ല. അതായത് നമ്മളൊക്കെ അങ്ങനെ അത്ര ഒരു സംസ്കാരത്തിന്റെ പുറകിലല്ല നമ്മൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാന്യമായ സംസ്കാരവും അന്തസ്സാർന്ന പെരുമാറ്റവുമാണ്. അതാണ് ആ പ്രസ്ഥാനങ്ങളെയൊക്കെ വേർതിരിക്കുന്നത്. ആ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവായൊരു സ്വഭാവമുണ്ട്. അവരൊക്കെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അവരൊക്കെ സോഷ്യലിസത്തെ അംഗീകരിക്കുന്നവരാണ്, ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരാണ്. അത്തരം ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാരം. പണ്ടൊരു നമ്പൂതിരി പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്, ഞാൻ കഴിക്കുന്നത് ഞാൻ പറയും, താങ്കൾ കഴിക്കുന്നത് താങ്കൾ പറയും എന്ന്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ മാഷിന്റെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് പ്രകടമാക്കിയത്. അപ്പൊ അതില് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട്. ഒന്നും പറയാനില്ല. അതായത് റോസാ പൂ, ആ പൂവുള്ള ചെടിയിൽ തന്നെയാണ് മുള്ളുള്ളത്. റോസാ പൂ ഒറ്റക്കല്ല നിൽക്കുന്നത്, മുള്ളുള്ള റോസാ ചെടിയിൽ പൂവുണ്ട്. വിമർശനം നമ്മൾ വളരെ സന്തോഷത്തോടെ കൂടെ സ്വാഗതം ചെയ്യാണ്. വിമർശനമാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടത്. നമുക്ക് തിരുത്താൻ വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് അതിൽ നിന്ന് തിരുത്താനുള്ള ഊർജ്ജമായി നമ്മളതിനെ കാണുകയും ചെയ്യും. നമുക്കറിയാലോ, സന്ദീപ് വാര്യരെ AK ബാലൻ സ്വാഗതം ചെയ്തത് ക്രിസ്റ്റൽ ക്ലിയർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അത്ര മനോഹരമായ ഒരു പദം ആർക്കും സന്ദീപ് വാര്യർക്ക് നേരെ ചാർത്തി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. CPM-ലേക്ക് കടന്നു വരാനിരിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത്. MP രാജേഷ് ഉപയോഗിച്ച വാക്ക് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹമല്ലേ പിറ്റേന്ന് വർഗീയ ഭ്രാന്തനായി മാറുന്നു. അവരെ കൂടെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒക്കെ സ്വർഗീയവും അവർക്ക് കൂടെ നിൽക്കാത്തപ്പോൾ വർഗീയവുമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഷംസീർ KK എന്നൊരാളാണ് നല്ലൊരു വിമർശനം, അൻവറിനെയാണ് വിമർശിക്കുന്നത്. അപ്പോ നിങ്ങളും അതിലേക്ക് പോയി നിങ്ങളും ഓന്താവും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനെ കുറിച്ച് എന്തെങ്കിലും? ഓന്ത് എന്നത് ഞാനൊരു മോശമായ ഒരു പദമായിട്ട് കാണുന്നില്ല. കാരണം ആദ്യമായി രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാത്ത ഒരാളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും EMS അടക്കം കോൺഗ്രസിൽ നിന്നാണ് വന്നത്. AKGയും EMSും കൃഷ്ണപിള്ളയും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരായിരുന്നു. അതിൽ നിന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറുകയും സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒന്ന് EMS ആണ് എന്ന് സമ്മതിക്കേണ്ടി വരും. രണ്ടാമത്തെ AKGയും 3 കൃഷ്ണപിള്ളയുമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അബ്ദുറഹിമാൻ സാഹിബും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ആ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് വിങ്ങിൽപ്പെട്ടവരായിരുന്നു. അതിൽ നിന്നാണ് ഇവർ പോകുന്നത്. അങ്ങനെ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നിട്ട് വിഘടിത വിഭാഗമാണ് ഇന്നത്തെ CPIM. ലോകത്തൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയപ്പെടുന്നത് നമുക്കറിയാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഹംഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യുഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഇന്ത്യയിലേക്ക് മാത്രം വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുന്നത് ഇവിടെ മാത്രമാണ്. ലോകത്ത് മറ്റൊരിടത്തും ബ്രാക്കറ്റുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ CPI ആണ്. അത് ബീഹാറിലൊക്കെ വളരെ ശക്തമാണ്. തെലുങ്കാനയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ശക്തമായിരുന്നു. ആ CPI ആണ് 64-ൽ പിളർന്ന് വിഘടിതമായി മാറിയത്. വിമത എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. അതുകൊണ്ടാണ് M എന്ന് ബ്രാക്കറ്റിൽ ചേർക്കേണ്ടി വന്നത്. M എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്സ് എന്നാണ്. കാൾ മാർക്സ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നാണ് കാൾ മാർക്സ് അറിയപ്പെടുന്നത്. എല്ലാ ലോകത്തുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിതാവ് കാൾ മാർക്സ് തന്നെയാണ്. ഇവിടെ മാത്രം ഇന്ത്യയിലേക്ക് വരുമ്പോൾ മാത്രം ഒരു കാൾ മാർക്സ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്രസവ വാർഡ് എന്ന് എഴുതിയാൽ പിന്നെ സ്ത്രീകൾ എന്ന് ബ്രാക്കറ്റിൽ എഴുതി ചേർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവീൺ എന്ന് പറഞ്ഞ ഒരാളുടെ നിങ്ങളൊക്കെ ഭരണം കിട്ടുമ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന ആവശ്യക്കാരുടെ ലിസ്റ്റിലുള്ളവരാണ്. പാർട്ടിക്കാരായി ആരാ കാണുന്നത് എന്നതാണ്. ഭരണം കിട്ടുമ്പോഴാണല്ലോ ആഭ്യന്തര വകുപ്പും സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ PV അൻവർ എന്ന നേതാവ് പാർട്ടി വിട്ടു പോകുന്നത്. പാർട്ടി വിടുക മാത്രമല്ല, അദ്ദേഹത്തിന് ആ 3 അക്ഷരം നമുക്കറിയാലോ. MLA എന്ന ബോർഡ് വെച്ചുകൊണ്ടല്ലേ ഈ രാജ്യത്ത് MLA-മാർ സഞ്ചരിക്കുന്നത്. മമ്മൂണ്ണിയാജി ഒഴികെയുള്ള മുഴുവൻ MLA-മാരും ബോർഡ് വെച്ചവരാണ്. കേരളത്തിൽ ബോർഡ് വെക്കാത്ത ഏക ഒരു MLA മമ്മൂണ്ണിയാജി ഉണ്ടായിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ 10 വർഷക്കാലം MLA ആയ അദ്ദേഹത്തിന്റെ 3003 എന്നൊരു പച്ച പോലീസ് നമ്പർ കാറ് ഞാൻ ഓർക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ കാറായിരുന്നു. അദ്ദേഹം ബോർഡ് വെച്ചിരുന്നില്ല. അല്ലാത്തവരൊക്കെ MLA എന്ന ബോർഡ് വെച്ച് നെടുനീളം സഞ്ചരിക്കുക. ആ 3 അക്ഷരം വലിച്ചെറിഞ്ഞുകൊണ്ടല്ലേ അൻവർ ഈ പ്രസ്ഥാനം ഉപേക്ഷിക്കുന്നത്. ഭരണം ഉള്ളപ്പോഴല്ലേ അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ അൻവർ ഖാന്റെ നാട്ടിൽ നിന്ന് തന്നെ ഷിഹാബ് ഒതായി എന്ന് പറഞ്ഞ ഒരാൾ സൂപ്പർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 5 തമ്പ് നമ്മൾ
വിമർശനങ്ങൾക്കാണല്ലോ മറുപടി കൊടുക്കുന്നത്. ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് ഉൾക്കൊള്ളാനുള്ള വിശാലത എനിക്കുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴല്ലേ നമ്മൾ ഇന്ത്യൻ പൗരനായി വിമർശിക്കുന്നവരോടായിട്ട് ഒന്നുമില്ല, അവരോടായിട്ട് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ആരുടെയും മുമ്പിൽ അടിമകളായി നിന്നുകൂടാ. നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വല്ല താല്പര്യം ഉണ്ടാവണം, സാമ്പത്തിക താല്പര്യമോ മറ്റെന്തെങ്കിലും താല്പര്യമോ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അത് പറയുന്നതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിൽക്കാം.